രണ്ട് വോയിസ് മെസ്സേജുകളാണ് കാണിച്ചത്. അതൊന്നും CPM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ രീതിയിലല്ല. ആരെങ്കിലും തമ്മിൽ സൗഹൃദ സംഭാഷണമോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വത്തിനില്ല. ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഇന്നെ ആളുകളാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ അതിൽ വേണ്ടി വരും. അപ്പം അതൊക്കെ ഒരു തരത്തിലും CPM-ന്റെ പോളിസി അല്ല, ഇടതുപക്ഷത്തിന്റെ പോളിസിയല്ല. ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മഹത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം ഇടതുപക്ഷമാണ്, സഖാവ് പിണറായി വിജയന്റെ നിലപാടുകളാണ് ശരി എന്ന് പറഞ്ഞ് ഞങ്ങളോട് യോജിക്കാൻ തയ്യാറാകുന്നത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർഗാത്മകമായ ശരിയുടെ രാഷ്ട്രീയമാണ്. അത് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കെ അരുൺകുമാർ, ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ആഘോഷം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണുക. അടിസ്ഥാനപരമായി അതിൽ അന്തസ്സോടുകൂടി ഇടപെടാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും മനുഷ്യർക്ക് സ്ഥാനാർത്ഥികൾക്കില്ല എങ്കിൽ അതിനെ സാർത്ഥകമെന്ന് വിളിക്കാൻ കഴിയുമോ? അത്തരം സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്? ഇവിടെ 11ഓളം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അത് നോമിനേഷന്റെ സ്കൂട്ടണി ഇന്നലെ പൂർത്തീകരിച്ചപ്പോഴേക്കും തന്നെ പത്രമാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുടെ പേരിലല്ല, ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തെ തോൽപ്പിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുമല്ല. കൃത്യമായിട്ട് തന്നെ ജനാധിപത്യ പോരാട്ടമാണ്. എതിർ സ്ഥാനാർത്ഥികൾ ആരും നോമിനേഷൻ കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ രണ്ട് വോയിസ് മെസ്സേജുകളാണ് കാണിച്ചത്. അതൊന്നും CPM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ രീതിയിലല്ല. ആരെങ്കിലും തമ്മിൽ സൗഹൃദ സംഭാഷണമോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വത്തിനില്ല. ഞങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. കൃത്യമായി കഴിഞ്ഞ 10 കൊല്ലത്തോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസന രംഗത്തെ ഇടപെടലുകൾ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ആ പദ്ധതികൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. ആ തെരഞ്ഞെടുപ്പിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണ് എതിരുപോലുമില്ലാതെ 11ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. നമുക്കറിയാം, നോമിനേഷൻ സ്കൂട്ടണിയുടെ ഭാഗമായി നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകൾ സ്വന്തം മണ്ഡലത്തിൽ നിന്നല്ലാത്തതിൻ്റെ പേരിൽ എറണാകുളത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വരെ നോമിനേഷൻ തള്ളിപ്പോയി. നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുടെ നോമിനേഷൻ തള്ളിപ്പോയി. കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം ഇപ്പോഴും കോൺഗ്രസിലെ അടി തീർന്നിട്ടില്ല. അതുപോലെ തന്നെ BJP-യിലെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ ഭാഗമായി പലരും ആത്മഹത്യ ചെയ്ത സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണും. 3 പേരാണ് പ്രധാനമായും ആത്മഹത്യ ചെയ്തത്. ചിലരെ ആത്മഹത്യാ ശ്രമം നടത്തി. ഇതൊന്നും ചർച്ചാ വിഷയമല്ലാത്ത ഈ സാഹചര്യത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഫോണിലൂടെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ 1 മണിക്കൂർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതായിക്കോട്ടെ, നിങ്ങളുടെ അതിൻ്റെ അജണ്ട തീരുമാനിക്കേണ്ടത് അജണ്ട തീരുമാനിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയം. അത് നല്ല രൂപത്തിൽ പഞ്ചായത്ത് കൺവെൻഷൻ, വാർഡ് കൺവെൻഷൻ, ഇപ്പോൾ കുടുംബയോഗങ്ങൾ, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കുടുംബയോഗം കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ കൃത്യമായി അത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആധികാരികമായിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം അതേപോലെ തന്നെ ആവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിനുള്ള ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരു തരത്തിലും ഒരാൾക്കെതിരെയും ഭീഷണിയോ മറ്റു തരത്തിലല്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ്. നിരവധി ആളുകൾ മറ്റ് രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം യോജിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ RSS-ന്റെയും BJP-യുടെയും സജീവ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഞങ്ങളോട് യോജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ വിഭാഗം ആളുകൾ ഞങ്ങളോട് യോജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ശരിയാണ്, സത്യസന്ധമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി, അങ്ങ് പറഞ്ഞത് സൗഹൃദ സംഭാഷണത്തിനിടയിൽ ആരെങ്കിലും തമ്മിൽ അങ്ങനെ ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ പാർട്ടിയുടെ വാക്കുകളോ അല്ല എന്നുള്ളതാണ്. ഈ ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ ചില പ്രതികരണങ്ങൾ തേടുകയുണ്ടായി. CPM-ന്റെ അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ശ്രീ പ്രേമൻ ആ സമയത്ത് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയും ഈ സംഭാഷണത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതുകൂടി ഒന്ന് കേൾക്കാം. രണ്ടുപേരും വർഷങ്ങളായുള്ള ഒരു ബന്ധമാണ്, അച്ഛനും മകനുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ. അച്ഛനും മകനുള്ള ബന്ധമാണോ കൊന്നുകളയെന്നൊക്കെ പറയുന്നത്? അല്ല, അതിന് ആ രീതിയിൽ എപ്പോഴും തമാശ രീതിയിൽ സംസാരിക്കാറുണ്ട് ഇവര്. ഇന്നലെ ഉച്ചയ്ക്ക് വരെ 1 മണി വരെ സ്കൂട്ടനിങ്ങിന് ഇവർ ഒന്നിച്ച് എല്ലാവരും തമാശയും പറഞ്ഞ് പിരിഞ്ഞവരവര്. അപ്പൊ അത് അവിടെ ഈ സംസാര രീതിയിൽ അങ്ങനെ കൊണ്ട് സംസാരിച്ചു എന്നല്ലാതെ അത് ഒരു സ്ഥിരമായ ഒരു ഭീഷണ സ്വരമല്ല. അതൊരു തമാശ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ശ്രീ കെ അരുൺകുമാർ, ഈ സൗഹൃദ സംഭാഷണത്തിന്റെ നിഘണ്ടുവിൽ എവിടെയെങ്കിലും തട്ടിക്കളയും എന്നൊരു വാക്കുണ്ടോ? നിങ്ങളുടെ
പ്രാദേശിക നേതാക്കളും അങ്ങും എല്ലാവരും ഈ സൗഹൃദ സംഭാഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ തന്നെ കൊന്നുകളയേണ്ടി വരും. വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ തട്ടിക്കളയും, എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്, തട്ടിക്കളയും എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം തന്നെ, ഈ ശ്രീരാമകൃഷ്ണൻ തന്നെ ആ സന്ദേശം നമ്മൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ കുറച്ച് സമയത്തിനകം ചേരുമെന്നാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് സൗഹൃദ സംഭാഷണത്തിന്റെ പരിധിയിൽ വരിക? നിങ്ങൾക്കറിയോ ഈ VR രാമകൃഷ്ണൻ ആരായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ന് നിങ്ങൾക്കറിയോ? അല്ല, അതൊക്കെ പണ്ടാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അതായത് ഈ ശ്രീ VR രാമകൃഷ്ണൻ CPM-ന്റെ അട്ടപ്പാടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആകെ 140 ഏരിയ സെക്രട്ടറിമാരാണല്ലോ കേരളത്തിലുള്ളത്. അതിലൊരാളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ വഹിച്ച ആൾ തന്നെയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സാഹചര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അദ്ദേഹം അടക്കം ഈ ചർച്ചയിൽ വരുമെന്നാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. അത് അദ്ദേഹം തന്നെ പറയട്ടെ. അപ്പോൾ ആ മുൻ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും തമ്മിലുള്ള സംഭാഷണം എന്ന രൂപത്തിലാണ് നിങ്ങൾ ആ സംഭാഷണം ഇവിടെ കേൾപ്പിച്ചത്. അതിൻ്റെ ആധികാരികതയും മറ്റുമെല്ലാം പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഇന്ന ആളുകളാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ അതിൽ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു തരത്തിലും CPM-ന്റെ പോളിസി അല്ല, ഇടതുപക്ഷത്തിൻ്റെ പോളിസി അല്ല. ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അത് കാത്തു സൂക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എതിർത്തുകൊണ്ടിരുന്നവർ വരെ ഞങ്ങളോട് യോജിക്കാൻ തയ്യാറായി ഇടതുപക്ഷമാണ് ശരി എന്ന് വന്നിരിക്കുന്നത് പറയുന്നത്. സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം ഇടതുപക്ഷമാണ്, സഖാവ് പിണറായി വിജയന്റെ നിലപാടുകളാണ് ശരി എന്ന് പറഞ്ഞ് ഞങ്ങളോട് യോജിക്കാൻ തയ്യാറാകുന്നത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർഗാത്മകമായ ശരിയുടെ രാഷ്ട്രീയമാണ്. അത് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളുടെയും തമ്മിലുള്ള സംവാദമാകട്ടെ ഇപ്പോൾ ഉയർന്നു വരേണ്ടത്. അത്തരത്തിലുള്ള സംവാദങ്ങളിൽ ആര് വിജയിക്കുന്നു, ആരാണ് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ, സെലക്ട് ചെയ്യാൻ, ഇലക്ഷൻ നടത്താൻ ജനങ്ങൾക്ക് അനുവാദം കൊടുക്കുക എന്നതാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആയിരുന്നു എന്നതുകൊണ്ട് പഴയ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറിയും പഴയ ഏരിയ സെക്രട്ടറിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് നമ്മൾ കേൾപ്പിച്ചത് എന്ന് TP ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കും എന്ന് പരസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. പഴയ ഇടതുപക്ഷ നേതാക്കളും ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാക്കളും തമ്മിലുള്ള അന്തരം ചരിത്രത്തിൽ അങ്ങനെയും രേഖപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്നു.